السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഇന്ന് സൂറത്തുൽ ഹുമസ, വൈലുല്ലികുല്ലി ഹുമസത്തിൽ ലുമസ, ആ സൂറത്താണ് നമ്മൾ ശരിയായി തജ്വീദിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായി അക്ഷരങ്ങളൊന്നും തെറ്റില്ലാതെ പഠിക്കാൻ പോകുന്നത്. ആദ്യം സൂറത്ത് ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. ഇനി ഓരോ ആയത്തുകൾ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. വൈലു, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ വാവിന്റെ മഖ്റജ് എന്ന് പറയുന്നത് ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. വൈലുൽ ലികുല്ലി, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ഇവിടെ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു നിയമമുണ്ട്. വൈലുൻ ലി ഹുമസത്തിൽ ലുമസ. അപ്പൊ ഇവിടെ വൈലുൻ ഒന്നുകിലുള്ള സുക്കൂനുള്ള നൂന്, അഥവാ തെൻവീൻ എന്ന് പറയുമ്പം സുക്കൂനുള്ള നൂനിന്റെ ഉച്ചാരണമാണ്. തെൻവീനിന്റെ ഉച്ചാരണം എന്ന് പറയുന്നത് ശരിക്കും സുക്കൂനുള്ള നൂനിന്റെ ഉച്ചാരണമാണ്. ഓക്കെ, അപ്പൊ വൈലുൻ ലി, ഈ പറയുന്നതിന് ശേഷം ലാമ് റാ ഈ പറയുന്ന രണ്ട് അക്ഷരങ്ങൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ മണിക്കാതെ ചേർത്തുച്ചരിക്കണം. വൈലുൻ ലി, വൈലുൻ ലി, വൈലുൻ ലി എന്ന് പറയും. വൈലുൻ ലി. അപ്പൊ അവിടെ നൂനുണ്ട് എന്നുള്ളൊരു തോന്നിക്കൽ ഉണ്ടാവും, പക്ഷെ നൂൻ ഉച്ചരിക്കാതെ നമ്മൾ എന്ത് ചെയ്യും? വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ക, നാവിന്റെ ആരംഭം അതിന്റെ തൊട്ടുമുകളിലുള്ള അണ്ണാക്കിന്റെ കഠിനമായ കാഫ് എന്താണ്? ഇവിടെയുള്ള മൃദുവായ ഭാഗത്തായിരിക്കും. കാഫ് എന്ന് പറയുന്നത് അവിടെ കുറച്ച് ഉറപ്പുള്ള ഭാഗത്ത് വെച്ചുകൊണ്ടാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. അപ്പൊ ഈ നിയമം ഓർമ്മയിൽ വേണേ. വൈലുൻ ലികുല്ലി ഹുമസത്തിൻ ലുമസ എന്ന് പറയാൻ പാടില്ല. വൈലുൻ ലികുല്ലി ഹുമസത്തിൻ ലുമസ. അപ്പൊ ഇവിടെ നൂനുണ്ട് എന്നൊരു തോന്നിക്കൽ ഉണ്ടാവും, പക്ഷെ നൂനില്ലാതെ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇദ്ഗാമുൻ ബിലാ ഗുന്ന. നിങ്ങൾ പേരൊന്നും പഠിക്കണ്ട, ഞാൻ ഇനി അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. നിങ്ങൾ ഉച്ചാരണം മാത്രം പഠിച്ചാൽ മതി. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇദ്ഗാം ചെയ്തത് കൊണ്ടാണ് ഇവിടെയുള്ള തെൻവീനിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ലാമിലേക്ക് ചേർത്ത് വായിക്കുന്നത്. الذي جمع مالا وعدده. الذي جمع, ജ നാവിന്റെ മദ്യം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. ജമഅ, മ രണ്ട് ചുണ്ടുകൾ മൃദുവായി അടച്ചുകൊണ്ടാണ്. ജമഅ മാലൻ വഅദ്ദദ, വ ചുണ്ട് വൃത്താകൃതിയിൽ വെക്കണം. അദ്ദദ, അദ്ദദ, ദ എന്ന് പറഞ്ഞാൽ നാവിന്റെ അറ്റം മേലെ മുൻപല്ലുകളുടെ മുരടിൽ. ധ എന്നൊന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല?
മീൻസ് വായു പുറത്തേക്ക് വരാൻ പാടില്ല. വഅദ്ദദ വഅദ്ദദ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അപ്പൊ ഇവിടെ മാലം വ മാലം വ എന്ന് പറയുമ്പം തെൻവീനിന് ശേഷം വാവാണ്. നൂന്, വാവ്, മീമ്, യാ, ഈ പറയുന്ന അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയാം. മണിച്ചിട്ട് നമ്മൾ അങ്ങ് ചേർത്ത് ഓതും. മാലം വഅദ്ദദ മാലം വഅദ്ദദ. മാലൻ വഅദ്ദദ എന്ന് പറയാൻ പാടില്ല, അത് തെറ്റാണ്. മാലം വഅദ്ദദ മാലൻ വഅദ്ദദ. യഹ്സബു അന്ന മാലഹു അഖ്ലദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. യഹ്സബു നാവിന്റെ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന്, അന്നമാലഹു ഹു തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന്, അഖ്ലദ തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന്. യഹ്സബു അന്നമാലഹു അഖ്ലദ അഖ്ലദ. മാലഹു മാലഹു എന്ന് പറയുമ്പോൾ ശരിക്ക് ഈ ഹു എന്നുള്ള ഉച്ചാരണത്തിന് ശേഷം അവിടെ വാവൊന്നുമില്ല. പക്ഷെ അതൊരു നിയമമാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്, ഒരു റെഡ് കളറിൽ അല്ലെങ്കിൽ ഒരു ചുവന്ന മഷിയിലാണ് വാവ് എഴുതിയിട്ടുള്ളത്, അല്ലെ? അപ്പം ഈ ഒരു റസ്മുൽ ഉസ്മാനി ഖുർആനില് ഈ പറയുന്ന പാരായണം ചെയ്യുന്ന ആളുകളുടെ സൗകര്യാർത്ഥം ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ യഹ്സബു അന്നമാലഹു അഖ്ലദ. യഹ്സബു, അത് യഹ്സബു ആയി പോകാൻ പാടില്ല, അത് തെറ്റാണ്. യഹ്സബു എന്ന് തന്നെ പറയണം. യഹ്സബു അന്നമാലഹു അഖ്ലദ യഹ്സബു അന്നമാലഹു അഖ്ലദ. അപ്പൊ ഇവിടെ നീട്ടണം. ഹു എന്നുള്ളതിന് ശേഷം അടുത്ത പദത്തിന്റെ തുടക്കത്തിൽ ഹംസ് വന്നതുകൊണ്ട് തന്നെ അത് കുറച്ച് അധികം നീട്ടണം. മാലഹു അഖ്ലദ പോരാ, മാലഹു അഖ്ലദ. യഹ്സബു അന്ന മാലഹു അഖ്ലദ. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. കല്ലാ ലയുംബദന്ന. നാവിന്റെ അറ്റം മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ദ എന്ന് ഉച്ചരിക്കുന്നത്. ലയുംബദന്ന. ഇത് ഇക്ലാബ് എന്ന് പറയുന്ന ഒരു നിയമമാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നാൽ എന്താണ്, സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കി മറച്ചു മണിക്കും. ശരിക്ക് ലയുൻബദന്ന എന്നാണ്. എന്താണ്? ലയുൻബദന്ന എന്നാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലയുൻബദന്ന എന്നാണ്. അത് നമ്മൾ ഓത് എന്താണ്, ലയുംബദന്ന. അപ്പൊ ആ നൂനിനെ നമ്മൾ മീമാക്കി മറിക്കും. അപ്പൊ മീമാക്കി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ മാറ്റും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഒരു മീം ഇട്ട് കൊടുത്തത്. അപ്പൊ ലയുംബദന്ന ഫിൽ ഹുതമ. കല്ലാ ലയുംബദന്ന. നൂനിൻ്റെത് അറിയാലോ, ശബ്ദ വന്നാൽ മണിച്ചുച്ചരിക്കണം. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. ത്വ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ത്വ ആയതുകൊണ്ട് നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരണം. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. വമാ അദ്റാക മൽ ഹുതമ. വമാ അദ്റാക മൽ ഹുതമ. വമാ അദ്റാക. മാ എന്ന് പറയുന്ന ഒരു പദത്തിന്റെ അവസാനത്തിൽ അലിഫ് വന്നു. ഇതിനെ നമ്മൾ മദ്ദക്ഷരം എന്ന് പറയും. അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസ് വന്നു. അങ്ങനെ വന്നാൽ ആ മദ്ദിന്റെ പേരാണ് മദ് മുൻഫസിൽ. അപ്പോ എന്താണ്, 6 ഹർക്കത്തിന്റെ ഖദർ എന്ന് പറയും, അല്ലെങ്കിൽ 3 അലിഫ്. ആ എന്ന് പറയുന്ന 3 അലിഫ്, ആ എന്ന് നീട്ടാനുള്ള 3 അലിഫിന്റെ കണക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നീട്ടണം. വമാ അദ്റാക. വമാ എന്നല്ലേ സാധാരണ എന്നിട്ട് അതിന്റെ ഒരു 2 ടൈംസ് കൂടി, അല്ലെങ്കിൽ 2 മടങ്ങ് കൂടി. വമാ അദ്റാക മൽ ഹുതമ. അദ്റാക. ദാലിന് സുക്കൂന് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കൃത്യമായിട്ട്. അദ്റാക എന്ന് പറയാൻ പാടില്ല. അദ്റാക മൽ ഹുതമ. മൽ ഹുതമ. വമാ അദ്റാക മൽ ഹുതമ. നാറുല്ലാഹിൽ മൂഖദ.
അള്ളാഹ് എന്നുള്ള കാര്യം നമുക്ക് പറയാം. അതിനു മുമ്പ് നാറുല്ലാഹിൽ മൂഖദ, ഖാഫ് എന്താണ്? നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ വെച്ചുകൊണ്ടാണ്. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ വെച്ചുകൊണ്ടാണ്. നാറുല്ലാഹിൽ മൂഖദ, നാറുല്ലാഹിൽ മൂഖദ. ഇനി അടുത്ത ലാമിന്റെ മഖറജ് ഒന്ന് ശ്രദ്ധിക്കണം. നാവിന്റെ അറ്റത്തോട് ചേർന്ന് കിടക്കുന്ന വശം അല്ലെങ്കിൽ നാവിന്റെ തലയുടെ മുതുക് അല്ലെ, അത് നേരെ മുൻപല്ലിന്റെ മോണയോട് ചേർത്ത് വെക്കണം. മുൻപല്ലിന്റെ മുരട്ടിലല്ല, മോണയിലാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ. ഇല്ല ഇല്ല. ത എന്ന് പറയുമ്പോൾ ത ദ എന്നൊക്കെ പറയുമ്പോൾ മുൻപല്ലിന്റെ മുരട്ടിലാണ് വരുന്നത്. ല എന്ന് പറയുമ്പോൾ റ ല ന. ഓക്കെ. അപ്പൊ അതൊക്കെ വരുമ്പോ എന്താണ്? അത് ശരിക്കും മോണയിലാണ്. ഇല്ല ഇല്ല ഇല്ല. ആ ല എന്ന് ഉച്ചരിക്കുമ്പം നാവിന്റെ മധ്യഭാഗം അള്ളാ എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ഉച്ചാരണം ഉള്ളത്, ജലാലിയത്തിന്. അള്ളാ എന്ന് ഉച്ചരിക്കുമ്പം നമ്മൾ ഈ പറയുന്ന ഇതേ സ്ഥാനത്ത് നിന്ന് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരും. അള്ളാ അള്ളാ അള്ളാ. നമ്മൾ ശരിക്കും ട ട ട എന്നൊക്കെ ഉച്ചരിക്കും. ആ ഒരു സ്ഥാനത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്? അള്ളാ. അല്ലാതെ അള്ളാ എന്ന് പല ആളുകളും എന്ത് ചെയ്യും? രണ്ട് രീതിയിൽ ഉച്ചരിക്കും. നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ല സ. ഇതിൽ ല ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരുന്നുണ്ട്. നാവിന്റെ തലയും മുൻപല്ലിന്റെ തലയും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ ഈ പറയുന്ന അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. ഇതിൽ ല ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരും. അപ്പൊ ചില ആളുകള് അള്ളാ എന്ന് കറക്റ്റ് ഉച്ചരിക്കുന്നതിന് പകരം അള്ളാ എന്ന് ഉച്ചരിക്കാറുണ്ട് ഈ അക്ഷരമായിട്ട്. അത് തെറ്റാണ്. ഇനി നാവിന്റെ എന്ത് ചെയ്യും? നാവിന്റെ സൈഡ് നമ്മൾ അണപ്പല്ലിൽ വെച്ചിട്ട് ലാ എന്ന് ഉച്ചരിക്കും. അള്ളാ. ചില ആളുകൾ അങ്ങനെയും അള്ളാ എന്ന് ഉച്ചരിക്കാറുണ്ട്. അതും തെറ്റാണ്. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യും? ചില ആളുകൾ ഈ രണ്ട് അക്ഷരത്തിന്റെയും ഒരു സമ്മിശ്രമായിട്ട് ഉച്ചരിക്കും, അള്ളാ എന്നൊക്കെ പറഞ്ഞിട്ട്. അതും തെറ്റാണ്. ഈ പറയുന്ന ലാമിന്റെ ഉച്ചാരണ സ്ഥാനത്ത് നിന്ന് അള്ളാ എന്ന് ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരണം. ല ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരില്ല. ഇല്ല ഇല്ല ഇല്ല. അതേ സ്ഥാനത്ത് തന്നെയാണ് അല്ലാ ഇല്ല ഇല്ല അല്ലാ അല്ലാ. ല ഉച്ചരിക്കുന്നതിൽ ചെറിയൊന്ന് നാവ് എന്ത് ചെയ്യും? ഒന്ന് പരന്ന് നിൽക്കുന്നു മാത്രം. ഇല്ല ഇല്ല അല്ലാ അല്ലാ. അഥവാ നാവിന്റെ മധ്യഭാഗം ഇപ്പം ല എന്ന് ഉച്ചരിക്കുമ്പോൾ നാവ് ഇങ്ങനെയാണ് കറക്റ്റ് നിൽക്കുന്നതെങ്കിൽ അല്ലാ എന്ന് ഉച്ചരിക്കുമ്പോൾ എന്ത് ചെയ്യും? നാവ് ഒന്ന് ബെൻഡ് ആവും. കാരണം നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയർന്നിട്ടുണ്ടല്ലോ. അപ്പൊ അല്ലാ അല്ലാ. നാറുല്ലാഹിൽ മൂഖദ, നാറുല്ലാഹിൽ മൂഖദ, നാറുല്ലാഹിൽ മൂഖദ. التي تطلع التي تطلع على الأفئدة التي تطلع. ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദ ത ഒ ഈ പറയുന്ന അക്ഷരങ്ങളൊക്കെ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരടിൽ സ്പർശിച്ചുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. അവിടെ പ്രശ്നമില്ല. ത്വ എന്ന് പറയുമ്പോൾ നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരും എന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇവിടെ രണ്ടക്ഷരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ അതും രണ്ടാമത്തെ അക്ഷരം എന്താണ്? ശബ്ദമുള്ള അക്ഷരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് ചാൻസസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്നുകിൽ തത്തലി എന്ന് പറയും, രണ്ടാമത്തെ അക്ഷരത്തെ എന്ത് ചെയ്യും? ത ആക്കി മറിച്ചിട്ട് തത്തലി എന്ന് പറയും. അല്ലെങ്കിൽ ആദ്യത്തേനെയും ത്വ ആക്കിയിട്ട് തത്വലിഉ എന്ന് പറയും. രണ്ടായാലും തെറ്റാണ്. ശരിക്ക് തത്വലിഉ. അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ, അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ, അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ, അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ. അപ്പൊ തത്വലിഉ തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹ അലൈഹിം മുഅ്സദ. ഇന്നഹ. നൂൻ എന്ന് പറയുമ്പോൾ നാവിന്റെ അറ്റം രണ്ട് വരി മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്താണ് നമ്മൾ വെക്കുക. ഇന്നഹ ന ന ന ന. നാവിന്റെ അറ്റം രണ്ട് വരി മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത്. നമ്മൾ ല ഉച്ചരിക്കുന്നതിന് തൊട്ട് പിന്നിലായിട്ടായിരിക്കും ഈ അക്ഷരം വരിക. ല ന ല ന ല ന. അപ്പൊ അതിന്റെ തൊട്ട് പിന്നിലായിരിക്കും നമ്മൾക്ക് എന്ത് ചെയ്യുക? ഈ ഒരു ഉച്ചാരണം വരിക. ഇന്നഹ
അലൈഹിം മുഅ്സദ, അലൈഹിം മുഅ്സദ. സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നാൽ നമ്മൾ പറഞ്ഞു ഇദ്ഗാമാണ്, അത് മണിച്ചുകൊണ്ട് ചേർത്തോതണം. ഇന്നഹ അലൈഹിം മുഅ്സദ, അലൈഹിം മുഅ്സദ. സ്വ എന്ന് പറയുമ്പം നാവിന്റെ മധ്യഭാഗം ഉയർത്തിക്കൊണ്ട് നാവിന്റെ അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ വെക്കണം. അലൈഹിം മുഅ്സദ. അലൈഹിം എന്നായി പോകാൻ പാടില്ല, ലൈഹിം എന്നായി പോകാൻ പാടില്ല, ലൈഹിം എന്ന് തന്നെ പറയണം, കാരണം അത് യാ ആണ്. അലൈഹിം മുഅ്സദ, മുഅ്സദ. മ എന്ന് പറയുമ്പോൾ ചുണ്ട് ശക്തമായിട്ട് അടിക്കേണ്ട, മൃദുവായിട്ട് അടച്ചാൽ മതി. ബ വരുമ്പോഴാണ് ശക്തമായിട്ട് അടക്കേണ്ടത്. ഇന്നഹ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ, ഫീ അമദിൻ മുമദ്ദദ. ഇവിടെയുള്ളത് മറ്റൊരു ഉച്ചാരണമാണ്. മറ്റൊരു ഉച്ചാരണം എന്നല്ല, ഏകദേശം നിങ്ങൾക്ക് എന്താ അലൈഹിം മുഅ്സദ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം എന്താണ് വ്യത്യാസം എന്നുള്ളത്. ചെറിയൊരു വ്യത്യാസം കാണിക്കും ഈ രണ്ട് ഉച്ചാരണങ്ങളും തമ്മിൽ. ഫിയമദി മുമദ്ദദ എന്നുള്ളതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അലൈഹിം മുഅ്സദ എന്ന് പറയുമ്പം ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം മീമാണ്, ഇവിടെ തെൻവീനിന് ശേഷം മീമാണ്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ പറയാ ഇദ്ഗാമും ബിഗുന്ന എന്നാണ്. സുക്കൂനുള്ള നൂനിനോ തെൻവീനിനോ ശേഷം മീമ് വന്നാൽ ആ തെൻവീനിനെ മീമിലേക്ക് ചേർത്തുകൊണ്ട് മണിച്ചുച്ചരിക്കും. ഫീ അമദിൻ മുമദ്ദദ, ഫീ അമദിൻ മുമദ്ദദ, ഇന്നഹ അലൈഹിം മുഅ്സദ, അലൈഹിം മുഅ്സദ. ഉച്ചാരണത്തിൽ ഒരുപോലെ തോന്നെങ്കിലും രണ്ടും രണ്ട് നിയമമാണ്. ഓക്കെ, അപ്പോ ഫീ അമദിൻ മുമദ്ദദ, ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ വെച്ചുകൊണ്ടാണ് ഫീ അമദിൻ മുമദ്ദദ, ഫീ അമദിൻ മുമദ്ദദ, ഫീ അമദിൻ മുമദ്ദദ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന സൂറത്ത് ഒന്നുകൂടി ഓതിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് മുതൽ നമ്മൾക്ക് ഏകദേശം എന്താണ് ഫാത്തിഹ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അലം തറ കൈഫ ഫഅല മുതൽ ലാസ്റ്റ് വരെയുള്ളത് തീർന്നു. പിന്നീട് വല്ലുഹ മുതൽ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം അവസാനത്തെ 22 സൂറത്തുകൾ നമ്മൾ അവസാനിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യണം, തബാറക, യാസീൻ, വാഖിഅ, സൂറ റഹ്മാൻ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട സൂറത്തുകൾ പഠിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആയത്തുൽ കുർസി, ആമന റസൂല് പോലെയുള്ള ആയത്തുകളും നമ്മൾക്ക് പഠിക്കണം. അതോടൊപ്പം നിസ്കാരത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ദിക്റുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, നിത്യജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ പഠിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, നമ്മളുടെ 14 ദിവസത്തെ കോഴ്സ് ഉണ്ട്. സംശയങ്ങളുള്ള ആളുകൾക്കൊക്കെ അത് ദൂരീകരിക്കാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിന് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. AML ഖുർആൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.